പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം KSRTC ബസ്സുകളിൽ അപകടങ്ങൾ ഉണ്ടായാൽ, അപകടകരമായ രീതിയിൽ ഡ്രൈവ് ചെയ്താൽ ആ ചെയ്യേണ്ട നിർദ്ദേശങ്ങളെക്കുറിച്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക്നിക്കലിൻ്റെ ഒരു ഓർഡർ വന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ KSRTC ബസ്സുകളിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ഒരു വാട്സപ്പ് നമ്പർ നേരത്തെ കൊടുത്തിരുന്നു. വാട്സപ്പ് നമ്പർ മാത്രമായിരുന്നു. അപ്പോൾ പുതിയ ടെക്നിക്കൽ ആൾ വന്നിട്ട് അത് എവിടെയെല്ലാം പതിപ്പിക്കണം, എങ്ങനെയെല്ലാം പതിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയതിൻ്റെ ഫോട്ടോയും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ ഗ്രൂപ്പുകളിലും മാധ്യമങ്ങളിലും കൂടി നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു ഏമാൻ ടെക്നിക്കൽ ഓപ്പറേഷൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഈ അടുത്ത സമയത്ത് KSRTC ബസ്സുകൾ ഒരുപാട് അപകടത്തിൽപ്പെടുന്നു. അപ്പോൾ ഇൻഷുറൻസ് കൊടുത്ത് KSRTC മുടിയും എന്നുള്ളൊരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ വാർത്ത വന്നു. അതിന് നമ്മൾ മറുപടി പറഞ്ഞതാണ്. കാരണം ബ്രേക്കും ബെല്ലും ക്ലച്ചും ഗിയറും എന്തിന് ഇരിക്കുന്ന സീറ്റ് പോലും ഇല്ലാതെ ഓടിക്കുന്ന ഒരു വാഹനത്തിൽ എങ്ങനെ ഇരുന്നാണ് സാർ ഡ്രൈവ് ചെയ്യേണ്ടത്? അതും കൂടെ നിങ്ങൾ പറഞ്ഞു തരണം. ED ഓപ്പറേഷൻ. ഇവിടെ നമ്മൾ ടെക്നിക്കൽ വിഭാഗം ഡയറക്ടറോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളും നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യവും, സാർ, ഇന്ന് നിരത്തിലോടുന്ന KSRTCയുടെ വാഹനങ്ങളിൽ ഏകദേശം 15 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളത് 1959 വണ്ടികളാണ്. വിവരാവകാശ നിയമം പറയുന്നതാണ് കേട്ടോ. 1959 വണ്ടികൾ 15 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളവയാണ്. 15 വർഷമോ അതിന് മുകളിലോ പഴക്കമുള്ള വണ്ടികളാണ്. അതായത് ഈ വണ്ടികൾ ഓടിക്കാൻ യോഗ്യമല്ല. ഈ യോഗ്യമല്ലാത്ത വണ്ടി തരുമ്പോൾ നിങ്ങളതിനകത്ത് സമയം കണക്കാക്കി വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോട്ടയം ഇത്ര മണിക്കൂർ കൊണ്ട് പോയി വരണം, എറണാകുളം തിരുവനന്തപുരം 3 മണിക്കൂർ കൊണ്ട് ഓടി വരണം. ഈ പറയപ്പെടുന്ന നിങ്ങൾ പറയുന്ന സമയത്ത് ഈ വാഹനം ഓടി വരുമോ? ഓടി വന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഈ സമയം ഉണ്ടാക്കിയത് ആരാ? നിങ്ങളല്ലേ അതിൻ്റെ ഉത്തരവാദി. ഈ ഡ്രൈവർക്ക് ഇപ്പോൾ എക്സ്ട്രാ ടൈം, അപ്പോൾ അയാൾ 12, 13, 14 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്യൂട്ടി തീർന്നില്ലെങ്കിൽ പിന്നീട് ചെയ്യുന്ന സമയത്തിന് ആ ജോലിക്ക് നിങ്ങൾ ശമ്പളം കൊടുക്കുമോ? ഇല്ല. അവൻ്റെ ജീവിതം ആ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നെങ്കിൽ അവൻ്റെ ജീവിതം ഹോമിക്കുന്നത് വരെ അവൻ അതിനകത്തിരിക്കണം. എന്നിട്ട് നിങ്ങൾ ഓർഡർ ഇടുന്നു, ഇനി വാട്സപ്പിൽ നിങ്ങൾക്ക് അയക്കാം, ഇന്ന രീതിയിൽ ഇത്രയും രീതിയിൽ വലുതായി അത് എല്ലാവരും കാണുന്ന രീതിയിൽ കൊണ്ടുവരണം. ഭയങ്കര മിടുക്കനാണ് സാർ നിങ്ങൾ. ടെക്നിക്കലി അല്ല, മെൻ്റലി നിങ്ങൾ മിടുക്കനാണ്. പക്ഷെ ടെക്നിക്കലി നിങ്ങൾ പരാജയമാകുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ വാഹനങ്ങൾ വഴിയിൽ വീഴുന്നതും ഈ വാഹനങ്ങളൊന്നും സർവീസിന് യോഗ്യമല്ലാതെ നിങ്ങൾ ഇറക്കി വിടുന്നതും. 12 കോടി രൂപയോളം പ്രതിമാസം KSRTC സ്പെയർ പാർട്സിനും ചിലവാക്കുന്നു എന്ന് കണക്കുകളിൽ കാണുന്നു. വിവരാവകാശ കണക്കുകളിലാണ്. പക്ഷെ അതെവിടെ? അങ്ങനെയാണെങ്കിൽ വീൽ റമ്മും ബ്രേക്ക് ഷൂയും അതിൻ്റെ ഒരു സ്പ്രിങ്ങും ഒക്കെ മാറ്റാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഓവർസൈസ് ലൈനറും സ്റ്റാൻഡേർഡ് ലൈനറും ഓവർസൈസ് ഡ്രമ്മും ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് സാർ വണ്ടി നിൽക്കുക? ED ഓപ്പറേഷൻ അറിയാമോ? സ്റ്റാൻഡേർഡ് ലൈനറും ഓവർസൈസ് ഡ്രമ്മും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഓപ്പറേഷനാണ്. ഇനി ടെക്നിക്കലിന് അറിയാമോ? ഇല്ല. ഏട്ടിലെ പണി പശു പുല്ല് തിന്നില്ല സാർ. അത്യാവശ്യം അറിവ് വേണമെങ്കിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ പോയി ഇന്ന് പണി പഠിക്കണം. പണി പഠിക്കുമ്പോൾ മനസ്സിലാവും സ്റ്റാൻഡേർഡ് ലൈനറിന് സ്റ്റാൻഡേർഡ് ഡ്രമ്മേ ശരിയാവുമെന്ന്. അതാണ് അതിൻ്റെ രീതി. എന്നിട്ടോ ഇത് ചവിട്ടുമ്പോൾ ബ്രേക്ക് ഇറങ്ങി പോവുക. പെഡൽ വാൽവ് കംപ്ലൈൻ്റ് ആണ് സാർ. പെഡൽ വാൽവ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഗതി ഇറങ്ങിപ്പോവും, എയർ ഇറങ്ങിപ്പോവും. ഇനി ഡയഫ്രം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അതിൽ ഇറങ്ങിപ്പോവും. ആദ്യത്തെ ഒറ്റ ചവിട്ടിന് കിട്ടും, രണ്ടാമത്തെ ചവിട്ടിന് എന്നൊരു ശബ്ദം മാത്രമേ കാണൂ. ഇത് പലരുടെ ഡ്രൈവർക്കും അറിയില്ല സാർ. അപകടകരമായ രീതിയിൽ വാഹനം മുന്നോട്ട് പോയി എവിടെയെങ്കിലും ഇടിച്ച് കയറുകയാണ് പതിവ്. ഇതൊന്നും ചെയ്യാതെ, ഈ വാഹനങ്ങളൊന്നും പണിയാതെ നിങ്ങൾ അവിടെ ഇരുന്ന് തിട്ടൂരെ ഇറക്കി 12 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഇനിയും 2 വർഷം നീട്ടിക്കൊടുത്ത് ഗതാഗത വകുപ്പിൽ നിന്ന് ഓർഡറും മേടിച്ച്, അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് ഓർഡറും മേടിച്ച് ഇത് ഇറക്കുമ്പോഴത്തേക്ക് റോഡിൽ അപകടം ഉണ്ടാകുമെന്ന് എന്തുകൊണ്ട് നിങ്ങൾക്കറിയില്ല? രാജ്യത്തിന് ഒരു നിയമമുണ്ട് സാർ, 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ലെന്ന്. നിങ്ങളൊരു പൊതുമേഖലാ സ്ഥാപനമല്ലേ, നിങ്ങളൊരു മാതൃകാ സ്ഥാപനമല്ലേ? ആ സ്ഥാപനത്തിൽ ഇത്തരം തെറ്റുകൾ കാണിക്കുമ്പോൾ ഈ പൊതുജനങ്ങൾ എന്ത് വേണം? പൊതുജനങ്ങൾക്ക് ഇത് അറിയില്ല സാർ, ഇതിൻ്റെ പഴക്കം എന്താണെന്നും ഇതിൻ്റെ അവസ്ഥ എന്താണെന്നും. ഇതിൻ്റെ ഏതെങ്കിലും ഒരു വണ്ടിയിൽ കൃത്യമായി ഓടുന്ന ഏതെങ്കിലും ഒരു വണ്ടി, എത്ര വണ്ടികളുണ്ട് സാർ? പറയണം സാർ, എത്ര വണ്ടികളുണ്ട്? 8 മുതൽ 9 വർഷം വരെ പഴക്കമുള്ള വണ്ടികൾ 673 സാർ. 8 മുതൽ 9. കാര്യം അതിലും ചെറിയ പഴക്കമുള്ള വണ്ടിക്ക് KSRTC ഇല്ല. 679
വണ്ടിയാണ് സാർ യഥാർത്ഥത്തിലുള്ളത്. നേരെ മറിച്ച് 154 വണ്ടി 10 മുതൽ 11 വർഷം വരെ പഴക്കമുള്ളതാണ്. 9 മുതൽ 10 വർഷം വരെ പഴക്കമുള്ളത് 857 വണ്ടികളാണ്. ഇത്രയും വണ്ടിയെ യഥാർത്ഥത്തിൽ KSRTCയിലെ ഓടിക്കാൻ യഥാർത്ഥത്തിൽ യോഗ്യമായ വണ്ടികളുള്ളൂ. ഇതും യോഗ്യമാണെന്ന് പറയാൻ കഴിയില്ല, കാരണം ഇതും പഴക്കമുള്ളതാണ്. 12 വർഷത്തിൽ കൂടുതലുള്ള വണ്ടികളൊന്നും നേരത്തെ ഓടിക്കുന്നില്ലായിരുന്നു സാർ. അതിനു മുമ്പേ അത് കണ്ടത്തിന് പോകുമായിരുന്നു. കാര്യം ഓടി അതിൻ്റെ ചാറെടുത്തതിന് ശേഷം വിട്ടുകളയാണ് ചെയ്യുന്നത്. ഇന്ന് ഓർഡിനറി ബസ് പോലും ഈ ഒരു ഉത്തരവിൻ്റെ മറവിൽ പെയിന്റ് മാറ്റി അടിച്ചിട്ട് റോഡിൽ ഇറക്കി വിട്ടിട്ട് പറയാണ് ഓടിക്കണം. ഇനി ഇതിൻ്റെ പിറവേ പോകുന്നവൻ വാട്സപ്പിൽ എടുത്തിട്ട് ഇത് ഓവർ സ്പീഡ്, അമിത വേഗതയാണ്, അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുന്നു എന്ന് പറയണം. എന്ന് പറയുന്നതിൽ നിങ്ങളല്ലേ സാർ തെറ്റുകാർ? ഇത് ഓടിക്കുന്നവനാണോ തെറ്റുകാരൻ? നിങ്ങൾ ആദ്യം ടൈം ടേബിൾ സെൽ എന്ന് പറയുന്ന സാധനം പൊളിച്ചെടുക്കണം സാർ. ഒരു വാഹനം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് ഓടാൻ നിങ്ങൾ വാഹനത്തിലൊക്കെ സഞ്ചരിക്കുന്ന ആളല്ലേ? നിങ്ങളുടെ ഒരു കാറ് ഈ പറയപ്പെടുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാറ് നിങ്ങൾ എറണാകുളത്തേക്ക് എത്തുമോ? തിരുവനന്തപുരത്ത് നിന്ന് ഈ പറയപ്പെടുന്ന സമയത്ത് ഓടി എത്തുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത്രയും ഡിപ്പോകൾ കയറി ഇത്രയും സ്റ്റോപ്പുകൾ നിർത്തിയിട്ട് ഒരു ബസ് എങ്ങനെ സാർ ഈ സമയത്ത് ഓടിയെത്തുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദി. അപ്പോൾ KSRTCക്ക് അപകടം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഓപ്പറേഷനും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷനും എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് മെയിൻ്റനൻസുമാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. അത് നാട്ടുകാരും ജനങ്ങളും തിരിച്ചറിയുക. കാര്യം ഈ വാഹനങ്ങൾ വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ ഇവരാണ്. ഇവർക്കെതിരെയാണ് നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കേണ്ടത്. ഈ പാവപ്പെട്ട ഡ്രൈവർമാരും കണ്ടക്ടർമാർക്കും മെക്കാനിക്കുമെതിരെ ആകരുത്. Thank you.